തിരികെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് കൊല്ലം കോർപ്പറേഷനിൽ യുഡിഎഫിന് പിന്തുണ അറിയിച്ചിരിക്കുന്നു SDPI എന്നുള്ളതാണ്. 24 ആണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത്. ഇന്നലെ വൈകിട്ട് ഹഫീസിനെ നേരിട്ടെത്തി, AK ഹഫീസിന് വസതിയിൽ നേരിട്ടെത്തിയുള്ള കൂടിക്കാഴ്ച, അവിടെയാണ് ഇത്തരം ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്നതാണ്. ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ 24 ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. SDPIയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ UDFിന്റെ മേയർ സ്ഥാനാർത്ഥി AK ഹഫീസിനെ കണ്ട് പിന്തുണ അറിയിക്കുകയായിരുന്നു. ഇന്നലെ വീട്ടിലെത്തി നടത്തിയ കൂടിക്കാഴ്ച. മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഒപ്പം ഇന്ന് വൈകിട്ട് AK ഹഫീസിൽ നടക്കുന്ന പൗരസ്വീകരണത്തിലും പങ്കെടുക്കും എന്ന വിവരം കൂടി 24 പുറത്തുവിടുകയാണ്. ആ ദൃശ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കൊല്ലം കോർപ്പറേഷൻ നമുക്കറിയാം UDF അധികാരത്തിലേക്ക് എത്തുകയാണ്. കൊല്ലത്ത് LDFിന്റെ കോട്ട അവിടം പിടിച്ചെടുക്കുന്നു. ആ ദൃശ്യം അതാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. SDPIയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ AK ഹഫീസിനെ വസതിയിലെത്തി കണ്ട് പിന്തുണ അറിയിച്ചു. അവർ ഒരുമിച്ച് നിന്നുള്ള ആ ഫോട്ടോ, ആ ദൃശ്യമാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അരുൺ രാജ് വിശദാംശങ്ങളുമായി. അരുൺ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. SDPI പിന്തുണയ്ക്കാൻ പോകുന്നു, അതും ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാൻ പോകുന്നു എന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. വിവരങ്ങൾ തീർച്ചയായും ഇന്നലെയാണ് ഈ കൂടിക്കാഴ്ച ഇന്നലെയാണ് നടന്നിരിക്കുന്നത്. SDPIയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ UDFിന്റെ മേയർ സ്ഥാനാർത്ഥിയായ AK ഹഫീസിനെ നേരിട്ട് ഈ വീട്ടിലെത്തിയാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനുശേഷം തങ്ങളുടെ പിന്തുണ SDPIയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ അറിയിക്കുകയായിരുന്നു. ഇന്ന് AK ഹഫീസിന് കൊല്ലം പൗരാവലി ഒരുക്കുന്ന സ്വീകരണ യോഗത്തിൽ വേദിയിൽ തന്നെ ഇപ്പോൾ AK ഹഫീസിനൊപ്പം ഈ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ കമ്മിറ്റി അംഗവുമായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിക്ക് കൂടി ഇപ്പോൾ സ്ഥാനം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ട് KC വേണുഗോപാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കം പങ്കെടുക്കുന്ന വലിയ പൗരാവലിയുടെ സ്വീകരണമാണ്, കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്വീകരണമാണ്. ഈ സ്വീകരണ യോഗത്തിലാണ് നിലവിലിപ്പോൾ ഈ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, അതായത് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി വേദി ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം 30 വർഷത്തിന് ശേഷമാണ് കൊല്ലം കോർപ്പറേഷൻ UDF ഭരിക്കാൻ പോകുന്നത്. ആ UDFിന്റെ ഭരണത്തിൽ ഇപ്പോൾ ഒരംഗമുള്ള SDPIയുടെ പിന്തുണ കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വീട്ടിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയുടെ ഒരു ഫോട്ടോ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിക്കുന്നത്. നേരത്തെ SDPIയുടെ അടക്കമുള്ള യോജിച്ചുള്ള ബാന്ധവം, അക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം അടക്കം ഭിന്നമായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോൾ SDPIയുടെ പരിപൂർണമായ പിന്തുണ ഇപ്പോൾ ഇഘട്ടത്തിൽ UDF ഇപ്പോൾ തേടിയിട്ടുള്ളത്. UDFിന് ഇപ്പോൾ SDPI സംസ്ഥാന ജില്ലാ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് AK ഹഫീസിനെ കണ്ടെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും SDPI UDFിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിക്കുന്നത്. അനുജ, ഇതിലിപ്പോൾ എന്താണ്, നമ്മൾ ഹഫീസിന്റെ പ്രതികരണം തേടാൻ ശ്രമിച്ചോ ഈ വിഷയത്തിൽ? അരുൺ രാജ്. അനുജ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുകയാണ്. അകത്തേക്ക് ഈ കോർപ്പറേഷനുള്ളിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അടക്കം നടക്കുന്നത്. കൗൺസിൽ ഹാളിലാണ്. അത് അവിടേക്ക് മാധ്യമങ്ങൾക്ക് ഈ പ്രവേശനമില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് എനിക്ക് ഈ ദൃശ്യം ലഭിച്ചത്. ഈ ദൃശ്യം ലഭിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഇതേക്കുറിച്ച് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല, തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ള പ്രതികരണമാണ് കോൺഗ്രസിന്റെ നേതൃത്വം നൽകുന്നത്. പക്ഷേ UDFിന്റെ നേതൃത്വം, കോൺഗ്രസിന്റെ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പിന്തുണയും ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഞാൻ അല്പസമയം മുമ്പ് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ കൗൺസിൽ അംഗവുമായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് തങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, താൻ ഇന്ന് വൈകിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന കാര്യത്തിൽ അദ്ദേഹം സ്ഥിരീകരണം നടത്തുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് കൊല്ലം പൗരാവലി ഒരുക്കുന്ന സ്വീകരണം എന്ന പേരിലാണ് UDFിന്റെ നേതൃത്വത്തിൽ UDFിന്റെ നേതാക്കളടക്കം പങ്കെടുക്കുന്ന വലിയ പരിപാടി ഇന്ന് കൊല്ലത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആ പരിപാടിയിലേക്ക് ഈ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ക്ഷണമുണ്ട്. വേദിയിൽ തന്നെ ഒരു കസേര ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രമായ പിന്തുണ കൊല്ലം കോർപ്പറേഷനിൽ SDPI നൽകുന്നു UDFിന് എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൊല്ലം കോർപ്പറേഷനിൽ UDFിന് നിരപരാധികമായ പിന്തുണ ഇപ്പോൾ SDPI പ്രഖ്യാപിച്ചിരിക്കുന്നു. SDPIയുടെ സംസ്ഥാന ദേശീയ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു പിന്തുണയിലേക്ക് പോകുന്നത്. മേയർ AK ഹഫീസിനെ കണ്ട് ഇതുമായുള്ള പിന്തുണ SDPI നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് 24 പുറത്തുവിടുന്നത്. കൊല്ലം കോർപ്പറേഷനിലാണ് UDFിന് SDPI പിന്തുണ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന ജില്ലാ നേതാക്കൾ UDF മേയർ സ്ഥാനാർത്ഥി AK ഹഫീസിനെ കണ്ട് പിന്തുണ അറിയിച്ചു. ഒരു സീറ്റാണ് SDPIക്കുള്ളത്. ആ പിന്തുണ UDFിന് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ഹഫീസിന്റെ വസതിയിലെത്തി ജില്ലാ സംസ്ഥാന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തിയാണ് പിന്തുണ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഇന്ന് ഹഫീസിനൊരു പൗരസ്വീകരണം നൽകുന്നുണ്ട്. ആ സ്വീകരണത്തിൽ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ്
പ്രസിഡന്റ് അഷ്റഫ് മൗലവി പങ്കെടുക്കും എന്ന വിവരം കൂടി 24-ന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ അതാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇനി സംസ്ഥാന നേതൃത്വത്തിന്റെയൊക്കെ പ്രതികരണം, UDF-ന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഒക്കെ നമ്മൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹഫീസിന്റെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതികരണം ലഭിക്കുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.